ഏത് ദരിദ്രവാസികളാണെന്താ വരുന്നേ? ചേച്ചി എന്ത് വലിയ എയർപോർട്ടാ, ഫാബുലസ്. ഇവര് നമ്മളെ കാത്താണല്ലോ, തെലുങ്ക് അറിഞ്ഞോണ്ട് കാര്യമായി. ചൊരണ്ടി കിട്ടിയ ഭാഗ്യമായിട്ട് വന്നതാ. ഇതെന്തായി തീരുമെന്തോ. നീ ഒരു കാര്യം, നീ ഇതൊക്കെ മടക്കി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. ഹായ്, മലയാളമൊക്കെ അറിയാലേ? അറേഞ്ച്മെന്റ് ഒക്കെ ഓക്കെ അല്ലേ? അപ്പൊ ചൊരണ്ടി നിങ്ങളാണല്ലേ? No, my daughter Varalakshmi. Sorry, she's my wife. She's my daughter Varalakshmi. Lottery winner, TV, fridge, water heater, air cooler, flat, അങ്ങനെ എന്തെല്ലാം. ഈ പറഞ്ഞതൊക്കെ ഏത് ലോട്ടറിന്നാ കിട്ടിയത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ചെലവൊക്കെ എന്റെ കാശാ. അപ്പോ പുള്ളിക്ക് വെറും ഡയലോഗടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കാശ് കൊണ്ടാണ് ജീവിച്ചു പോണത്. സവാരി റിസോർട്ട് ഗൺമാനെ പോലെ. മോനെ ജൂനിയറെ എങ്ങോട്ടാ പോന്നേ? ഓ, നിങ്ങൾ ഇവിടെ വെയിറ്റിംഗ്. ഞാൻ അവരോടല്പം ലൈറ്റ്. നീ എങ്ങനെ പുറത്തു പോകും? ട്രാൻസിറ്റ് വിസയൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനാ. അതും വാങ്ങിച്ച് എന്റെ ഹംസത്തോടൊപ്പം പറന്നു നടക്കട്ടെ. ഫ്ലൈറ്റിന് ടൈം ആകുമ്പോ വരാം. ടിക്കറ്റ് അവനല്ല, തിരിച്ചു വരുവോ? എടാ മോനെ, നിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാ? 12 മണിക്കൂർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഐ ആം സിംഗപ്പൂർ സിംഹാചലം. സിംഗപ്പൂരോ സിംഹാചലോ? ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. സിംഹാചലം ആയിരുന്നു, സിംഗപ്പൂർ ഒന്ന് എച്ചിലായി പോയി. ആന്തുപറ്റി? ഏതെങ്കിലും ഒരു ഇന്ത്യയിൽ ചുരണ്ടി ജയിച്ച് ഇവിടെ വരുമ്പോ അവനെയൊക്കെ ഞാൻ ചുറ്റി കാണിക്കും. ഒരുത്തനും ഒരു പൈസയും തരത്തില്ല. എനിവേ, ഇത് ഇവിടെ സിംഗപ്പൂരിലുള്ള എന്റെ വിസിറ്റിംഗ് കാർഡ്. അയാൾക്ക് പോവേണ്ടത് ഹോങ്കോങ്. ഇവിടെ ജസ്റ്റ് വെയിറ്റിംഗ് 12 hours. അപ്പൊ നാട്ടിൽ വെച്ച് കാണാൻ മോനെ. കാണാം. അപ്പോഴൊക്കെ സിംഗപ്പൂർ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടാ. അവിടെ നാളെ പോവാ. മോനെന്താ ഇവിടെ? വിസിറ്റിംഗ് കാർഡ് കൊടുത്തില്ലേ? അവൻ അഡ്രസ് ചെക്ക് ചെയ്തതാ. ഫ്ലൈറ്റ് ഏതായാലും ലേറ്റ് ആണല്ലോ എങ്കിൽ അതുകൊണ്ട് ഈവനിങ് വരെ സിംഗപ്പൂർ ഒന്ന് ചുറ്റിക്കാണാൻ. സിംഗപ്പൂർ ചുറ്റി കാണാൻ വേണ്ടി ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോ ആലോചിച്ചില്ലായിരുന്നോ? ഇതെന്റെ ഫാമിലി ട്രിപ്പ് അല്ലേ? നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രീ ട്രിപ്പാണ് വെച്ചേ. ഡോളർ തന്ന ആർക്കും പോകാം. നീ കയറടേ. ഡാഡി, ഇങ്ങോട്ട് വാടി. ഇതാണ് ഫൗണ്ടൻ ഓഫ് വെൽ. ഇതിന് ചുറ്റുമുള്ള 4 ബിൽഡിംഗ് ആണ് ഇതിന്റെ ഐശ്വര്യം. വാസ്തു പ്രകാരം കെട്ടിയതുകൊണ്ടാണ് സിംഗപ്പൂരിന് ഇത്രയും ധനം വന്നു ചേരുന്നത്. ഇങ്ങനെ വാസ്തുപരമായി കെട്ടിടോ ഫൗണ്ടറോ ഒക്കെ ഉണ്ടാക്കിയ കേരളവും സിംഗപ്പൂരായി മാറോ? എന്റെ പൊന്നു മോനെ, ഇങ്ങനെ വളാന്ന് വർത്താനം പറയാതെ നീ വാടി. കരിപ്പൂരും സിംഗപ്പൂരും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത പൂവർ ഫെലോ. എന്റെ അങ്കിളാ. ഫിക്സ് ആക്കിയോ? ഓ, ആഹാ, എന്താ വർക്കൗട്ട് ആയില്ലേ? ആ പെണ്ണിനെ കണ്ട ക്ലാസ്. നീയോ സ്ലിം ആയി സ്ലമ്മിന്ന് വന്ന പോലൊരു ചെക്കൻ. മാസ് കറക്റ്റാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഷോപ്പിംഗ് ചെയ്യടേ. ഡോളർ ഉണ്ടെങ്കിൽ ക്ലാസ് ആവാൻ സിംഗപ്പൂരിൽ ഒരു നിമിഷം മതി. അങ്ങനെ? എന്നാ വാ നോക്കാം. വരാതെ. ലൈഫിലെ ഫസ്റ്റ് കിസ് ഇവനായി പോയല്ലോ. വന്ന് കാണും. ഹലോ, PR എന്ന് പറയുന്ന ഇയാളാണ്. പാടത്ത് കോലം കുത്തി വെച്ച പോലെ ഉണ്ടല്ലോ. ബാനർജി, സ്ട്രൈറ്റ് ആയിട്ട് പോയിന്റിലേക്ക് വരാം. PR ന് വേണം. കൊടുത്തേക്ക്. നമുക്കെന്തിനാ ഈ ഫോട്ടോ? ഫോട്ടോ അല്ല, ഇവരെ വേണം. എവിടെ ഉണ്ടെന്ന് പറ, പൊക്കിക്കൊണ്ടുവരാം. അതത്ര ഈസി അല്ല. PR ഗാങ്ങിൽ നിന്നും പിരിഞ്ഞുപോയി സെപ്പറേറ്റ് ഗാങ് ഉണ്ടാക്കി നമ്മുടെ 20 ആളുകളെ കൊന്നു. അനിയൻ ഇപ്പോഴും ഡ്രഗ്സിലായിരിക്കും. PR-ന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും അവനെ അറിയാം. സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ അയക്കുന്നത്. വർക്കേഴ്സ് എന്ന് പറഞ്ഞ എൻ്റർ അയക്കോ. PR-ന് അവനെ ജീവനോടെ വേണം.
ബൈജു അമ്മയുടെ കയ്യിലായി. ഇവരെ വിട്ടേക്ക്, നീങ്ങി പോരെ. എന്നെ കൊന്നിട്ട് നിന്റെ അണ്ണനെ നമ്പർ 1 ആക്കാൻ നീ പ്ലാൻ ഇട്ടിരിക്കാറില്ലടാ. കൊക്കൈൻ വലിച്ചു കിട്ടുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? സെപ്പറേറ്റ് ഗാങ് ഉണ്ടാക്കാൻ നടക്കുന്നു. നീ കാരണമാ നിന്റെ അണ്ണൻ നെകളിക്കുന്നത്. ഇപ്പൊ നീ എന്റെ കാൽ കീഴി കിടക്കുമ്പോ അവന്റെ നെകളിപ്പ് എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഫോൺ ഇവന്റെ അണ്ണനാ? ഒരു മിനിറ്റ്. ഇവനെ എപ്പോഴാ പിടിച്ചോണ്ട് വന്നേ? ഇവന് വേണ്ടി ഇനിയും നാട്ടിൽ നിന്ന് വരണ്ടേ? അതുകൊണ്ടാ ഇവനെയും കൊണ്ടുവന്നു. ഫോണിൽ എന്തിനാ? ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചോ. നിന്റെ സ്പീഡ് എനിക്ക് ഇഷ്ടപ്പെട്ടടാ. നിന്റെ പേരെന്താന്നാ പറഞ്ഞ? ക്രാന്തി. ഗുഡ്.
ഹാങ്കാങ്ങിൽ വന്ന് എന്റെ ഗ്യാങ്ങിൽ ചേർന്ന് പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്തോന്നല്ലടാ നീ. ഇപ്പൊ മിനിസ്റ്റർ ലെവലില് ബ്രോക്കറുമായി. നീ പെണ്ണുങ്ങളെ അയക്കുന്ന പോലെ അത്ര ഈസിയാണെന്ന് വിചാരിച്ചോടാ PR-നെ അയക്കുന്നത്. ആ പിയർ, നീ ഞങ്ങളെ ജീവനോട് വിടില്ലെന്ന് എനിക്കറിയാം. അത് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും ഞാനാ. എന്നെ കൊന്നേക്ക്. കൊച്ചു പയ്യനാ എൻ്റെ അനിയൻ. ഒന്നും അറിയാത്ത ഇവൻ ജീവിച്ചു പോട്ടെ. എൻ്റെ അനിയനോടും പക കാട്ടുന്ന എന്തിനാ? പക നിന്നോട് മാത്രമല്ലേ, നിന്നെ പെട്ടെന്ന് കൊന്നാൽ എന്റെ പക എങ്ങനെ തീരും? പെട്ടെന്ന് ചത്തുപോകില്ലേ? എന്തിനാണ് PR-നോട് പക കാണിച്ചേ? എന്നെ അവൻ കൊന്നില്ലേ? ഇങ്ങനെയാ പക തീർക്കുന്നത്. എന്റെ അനിയനെ കൊന്നത് PR ആണെന്ന് ജീവിതകാലം മുഴുവൻ നീ ഓർത്തോർത്ത് നരകിക്കണം.